നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശദീകരണം കേട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞ ഒരു സന്ദർഭം നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, ഞാൻ ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ നരകം കാണാനിടയായി. പല രീതിയിലും ശിക്ഷയനുഭവിക്കുന്ന സ്ത്രീകളെ ഞങ്ങൾ അവിടെ കണ്ടു. അതിൽ ഒരു സ്ത്രീ കഠിനമായ ഒരു ശിക്ഷയനുഭവിക്കുകയായിരുന്നു. അവളുടെ മുടി കൂട്ടിക്കെട്ടി ആ മുടിയിൽ അവളെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അവൾക്ക് മീതെ ഭയാനകമായ തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്നു. തീയുടെ കാഠിന്യം കൊണ്ട് അവളുടെ തലച്ചോറ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുകേട്ട് മകൾ ഫാത്തിമ ബീവി സഹിക്കാനാവാതെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. ഉപ്പ, അവരെ ഇത്രയേറെ മാരകമായി ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണുപ്പ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി, ഫാത്തിമ, ആ സ്ത്രീ അന്യപുരുഷന്മാരുടെ മുന്നിൽ തലമുടി പൂർണ്ണമായും മറക്കാത്തവളായിരുന്നു. അതായത് ആ സ്ത്രീ തലമറക്കാത്ത ഒരു സ്ത്രീയായിരുന്നു. സുബ്ഹാനല്ലാഹ്, തലമറക്കൽ നിർബന്ധമാണ് എന്നും അതൊരു മുസ്ലിം സ്ത്രീയുടെ അടയാളമാണ് എന്നും പലർക്കും തലമറക്കുന്നതിന്റെ ഗൗരവം അറിയാത്തവരായിരിക്കും. ഇനി മുതലെങ്കിലും അന്യപുരുഷന്റെ മുൻപിൽ ഔറത്ത് മറക്കാതെ വെളിവാവില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ മറക്കല്ലേ. കഴിയുമെങ്കിൽ ഒരു ഇൻഷാ അല്ലാ എന്ന് കമന്റ് ഇടണേ. നിങ്ങളുടെ ഉറച്ച തീരുമാനം കണ്ടിട്ട് മറ്റുള്ളവർക്കും അതൊരു മോട്ടിവേഷൻ ആയാലോ. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടത്തിലായി ജീവിക്കാൻ തൗഫീഖ്